അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇലക്ട്രൽ ബോണ്ടിലൂടെയുള്ള അട്ടിമറി പൊളിഞ്ഞോ? അല്ല, ബഹുമാനായിട്ടുള്ള ശ്രീ ഡോക്ടർ ലാൽ, അങ്ങയുടെ ഇൻട്രോയിൽ തന്നെ പറയപ്പെടുന്നു ഇത് വലിയൊരു തട്ടിപ്പാണ്, ഇത് ആകെ പൊളിഞ്ഞു, ജനാധിപത്യത്തിന് ഏറ്റക്കോട്ടം, തട്ടിപ്പ് നിയമപരമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ സത്യസന്ധമായിട്ട് ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻ്റായിട്ടാണ്, മാധ്യമ സ്റ്റേറ്റ്മെൻ്റായിട്ട് നമുക്ക് അതിനെടുക്കാൻ സാധിക്കില്ല. ഡോക്ടർ ലാലിനെ പോലെയുള്ള അറിവും വിവരവും പ്രാപ്തിയൊക്കെയുള്ള ആളുകൾ ഇതുപോലത്തെ ഒരു ശൈലിയിലൊരു ചർച്ചയെ തുടക്കം തന്നെ ഇൻട്രോ കൊടുത്ത് ഒരു നെഗറ്റീവ് ചർച്ചയാക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങ് അത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട്, ബി ജെ പിക്ക് എന്താണ് ഇതിനകത്ത് കൺഫ്യൂഷനുള്ളത്? ഞങ്ങൾ ഇലക്ട്രൽ ബോർഡ് എന്ന് പറയപ്പെടുന്ന സിസ്റ്റം കൊണ്ടുവന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ ട്രാൻസ്പാരൻസിയാണ്. നോക്കൂ, ഒരു പാർട്ടിക്ക്, ബി ജെ പിക്ക് മാത്രമല്ലല്ലോ, കോൺഗ്രസിനും ടി എം സിക്കും ബി ആർ എസിനും ടി ഡി പിക്കും YSR കോൺഗ്രസിനും ടി എം കെക്കും എല്ലാം ഏകദേശം ഇന്ന് വന്ന കണക്കുകൾ ശരിവെക്കുകയാണെങ്കിൽ, മാധ്യമ കണക്കുകളടക്കം നോക്കുകയാണെങ്കിൽ ഏകദേശം 5000 കോടി രൂപയോളം മറ്റ് ഇതര പാർട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടികൾ കിട്ടുന്നത് ഒരു ബാങ്ക് വഴിക്കാണ്. ബാങ്കിലൂടെ KYC അപ്ഡേറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ്. ഒരു രൂപ നയ പൈസ കള്ളപ്പണമില്ലല്ലോ, ഡയറക്റ്റ് പണമല്ലേ അതിനകത്ത് ഇൻവെസ്റ്റ്. ഇതൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നത് CPIM-നെ പോലെ ഒരു പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചതിന് ശേഷം കോടതി ഇടപെട്ട് ആവശ്യപ്പെട്ടിട്ടും നൽകാതിരുന്ന കാര്യങ്ങൾ കോടതി നിർബന്ധം പിടിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തത്. പക്ഷേ അതിൽ പോലും ഇപ്പോൾ പൂർണ്ണമായ രേഖകളില്ല, പല കാര്യങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല. ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് സീരിയൽ നമ്പർ ഇല്ല, എന്തുകൊണ്ടില്ല, എല്ലാ വിവരങ്ങളും തരുന്നില്ല, തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് അത് തരണം എന്നാണ്. അപ്പോൾ ട്രാൻസ്പെറൻസി എന്നൊക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എവിടെ? നോക്കൂ, ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ നീതിന്യായ പീഠം പറയുന്ന കാര്യങ്ങളെല്ലാം പരിപൂർണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അവർ എന്താണ് ബാങ്കിനോട് ആവശ്യപ്പെട്ടത് എങ്കിൽ ബാങ്ക് അത് കൊടുക്കുമെന്നുള്ളത് 100%. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു സർക്കാർ കൃത്യമായ ഒരു ബില്ലുണ്ടാക്കുമ്പോൾ അതിനകത്ത് ട്രാൻസ്പാരൻസി എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ ഉദ്ദേശലക്ഷ്യം ഉണ്ടായത്. ആ ഉദ്ദേശലക്ഷ്യപ്രകാരം ഒരു രൂപ പോലും കള്ളപ്പണമില്ലാതെ പാർട്ടികൾക്ക് കൃത്യമായി കൊടുക്കുന്ന ബോണ്ടുകൾ വഴി കൊടുക്കുന്ന പൈസകൾ പരിപൂർണമായിട്ട് KYC അപ്ഡേറ്റ് ചെയ്ത ആളുകളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. സിംഗിൾ റുപ്പി പോലും അതിനകത്ത് കള്ളപ്പണമില്ല. അല്ല, പൈസ വാങ്ങുക എന്നുള്ളത് മാത്രമല്ലല്ലോ അഴിമതി. ഇപ്പൊ ട്രാൻസ്പെറന്റ് ആയി പണം വാങ്ങുന്നു എന്നുള്ളത് മാത്രമല്ലല്ലോ, ഇതിനകത്ത് അഴിമതി ഇപ്പോൾ സംശയിക്കുന്നത് പല തരത്തിലാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, താങ്കൾക്കും മനസ്സിലായിട്ടുണ്ടാകും ഇതിനകം ഈ പണം കൊടുത്തിരിക്കുന്ന പലരും ED-യുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ഒക്കെ പരിധിയിൽ വന്ന് നിൽക്കുന്നവരാണ്. അവരുടെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി അവരുടെ അന്വേഷണത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നവരാണ്. പലപ്പോഴും പിഴ വരെ ഏറ്റുവാങ്ങേണ്ടി വന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ പലതരത്തിലുള്ള നിയമ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് സർക്കാരിൽ കാത്തു നിൽക്കുന്നവരായിരുന്നു. അവരുടെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് സർക്കാരിൻ്റെ നയവും നിയമങ്ങളും മാറുന്ന കാഴ്ചയും ഈ 2019 ശേഷം പലപ്പോഴായി കണ്ടു. അത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായി കാണാനാകുമോ അതിനെ? 100% ഡോക്ടർ ലാൽ, അങ്ങ് പറഞ്ഞത് തെറ്റല്ലേ? നോക്കൂ, ED അന്വേഷണം നേരിടുന്ന കമ്പനികൾ, മറ്റ് അന്വേഷണങ്ങൾ നേരിടുന്ന കമ്പനികൾ, സർക്കാരിൻ്റെ ഗുണഗണങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന കമ്പനികൾ എന്നൊക്കെയാണ് അങ്ങ് വാക്കുകളാൽ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഉദ്ധരിച്ചത്. അത് പരിപൂർണമായി തെറ്റാണ്. നോക്കൂ, ഈ പറഞ്ഞ കമ്പനികൾ ആരെങ്കിലും BJP-യിലേക്കാണ് പൈസ കൊടുത്തത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ലിസ്റ്റ് ബഹുമാനായിട്ടുള്ള ശ്രീ ലാൽ അങ്ങയുടെ കയ്യിലുണ്ട്. BJP-ക്ക് അല്ല കൊടുത്തതെന്നുള്ള ഒരു രേഖ താങ്കളുടെ കയ്യിലുണ്ടോ? എന്തുകൊണ്ട് ആ ട്രാൻസ്പെറൻസി അവകാശപ്പെടുന്ന BJP-ക്ക് ഈ രേഖകൾ ഇപ്പോൾ പുറത്തേക്ക് നൽകാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഈ വിവരങ്ങൾ കോടതിയിൽ ഇപ്പോൾ SBI-ക്ക് നൽകാനായില്ല? ഏത് പാർട്ടിക്കാണ് കൊടുത്തതെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? SBI അത് കൊടുക്കേണ്ട രീതിയിൽ കോടതി പറഞ്ഞതനുസരിച്ച് കൊടുത്തോളും. നോക്കൂ, BJP-ക്കല്ല കൊടുത്തത് എന്ന് അങ്ങേക്ക് പറയാൻ സാധ്യമാകുമോ എന്ന് ഡോക്ടർ ലാലിൻ്റെ ചോദ്യത്തിന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇതുപോലെയുള്ള ആളുകൾ പരിപൂർണമായി BJP-ക്കാണ് പൈസ കൊടുത്തതെന്ന് എങ്ങനെയാണ്? ഇല്ല, ഇവിടെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള രേഖകൾ അനുസരിച്ച്. ഇപ്പോൾ പുൽവാമ സംഭവം 2019 നടക്കുന്നതിന് ശേഷം, ആ പുൽവാമ സംഭവത്തിന് ശേഷം പാക് കമ്പനിയുടെ ബോണ്ടുകൾ BJP-യും കോൺഗ്രസും വാങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ബോണ്ടുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമാണ്. അതുപോലെ BJP-ക്ക്
കൃത്യമായി ഉത്തരം പറയേണ്ട മറ്റു ചില തെളിവുകൾ കൂടിയുണ്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ. ഇപ്പോൾ താനെ ബോണിവല്ലി ഇരട്ട ടണൽ പദ്ധതി കിട്ടിയ മേഘ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ 140 കോടിയുടെ ബോണ്ടുകളാണ് അവർ വാങ്ങിയിട്ടുള്ളത്. അവർക്ക് കൃത്യമായി മഹാരാഷ്ട്ര സർക്കാരിൻ്റെ 14,400-ൽ പരം കോടിയുടെ ടണൽ പദ്ധതി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 1 മാസത്തിനകം അവർക്കത് കിട്ടിയിട്ടുണ്ട്. കോടതിയിൽ കേസുമുണ്ട്. അതുപോലെ MRFൻ്റെ കാര്യത്തിൽ റബ്ബറിൻ്റെ വില കേരളത്തിലൊക്കെ നിങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് റബ്ബറിൻ്റെ വില ഇപ്പോഴും നിങ്ങൾക്കൊക്കെ ഒന്ന് തൊടാൻ പോലും പറ്റാത്തത്? ഈ കമ്പനികളുടെ ടയർ കമ്പനികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ നിർണ്ണയിക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ തെളിഞ്ഞു വരികയാണ്. MRFന് 600 ചില്ലറ കോടി രൂപയുടെ പിഴയാണ് കോമ്പറ്റീഷൻ കമ്മീഷനൊക്കെ ചുമത്തിയിട്ടുള്ളത്. അതിനിടയിലാണ് അവരുടെ ബോണ്ട് വാങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ എന്തിൻ്റെ സൂചനകളാണ്? ഒന്നിൻ്റെ സൂചനയല്ല, അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ട്രാൻസ്പാരൻസി എന്ന് പറയപ്പെടുന്നത് ഡോക്ടർ ലാലിനും അറിയാം, എനിക്കും അറിയാം കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. കൊടുക്കുന്ന എങ്ങനെയാണ് ലാൽ ഇതിൻ്റെ വിവരങ്ങൾ കിട്ടിയത്? സുപ്രീം കോടതി SBIയോട് ചോദിച്ചപ്പോഴും ഇതിൻ്റെ വിവരങ്ങൾ കൃത്യം. പണ്ട് എങ്ങനെയായിരുന്നു? 20,000 രൂപയുടെ മേലെയുള്ള പൈസകൾ മാത്രം അക്കൗണ്ട് ചെയ്താൽ മതി, 20,000-ന് താഴെയുള്ളത് അക്കൗണ്ട് ചെയ്യേണ്ട എന്ന രീതിയായിരുന്നില്ലേ പലരും ഇവിടെ കാണിച്ചിരുന്നത്? എന്താണ് പലരും കാണിച്ചിരുന്നത്? 20,000-ന് താഴെയായിട്ടുള്ള കാശുകൾ അക്കൗണ്ട് ചെയ്യുന്ന ഒരു ശൈലി പലപ്പോഴും പല തരത്തിലും അത് കള്ളപ്പണത്തിൻ്റെ ശൈലിയിൽ ഏർപ്പാട് ചെയ്തിരുന്നു. നോക്കൂ, ഇവിടെ വളരെ കൃത്യമാണ്. ഒരു കമ്പനി അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നില്ല, അത് ഇന്ത്യൻ കമ്പനി ആയിരിക്കും. ഇന്ത്യയുടെ KYC അനുസരിച്ച് അക്കൗണ്ട് തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നവൻ്റെയും മേടിക്കുന്നവൻ്റെയും സ്വകാര്യത എന്തിനു സൂക്ഷിക്കണം എന്നുള്ളൊരു ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു എന്ന് നിങ്ങൾ ഉന്നയിക്കുന്നു. ആ കാര്യം സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കൃത്യമായി അത് വെബ്സൈറ്റിലോ ഇലക്ഷൻ കമ്മീഷനോ ഈ പണം ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ ഈ 2-3 കമ്പനികളുടെ നിയമങ്ങൾ നടപ്പിലാകുന്നത്, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഒരു ചോദ്യം, അതിന് ഡയറക്റ്റായി താങ്കൾക്ക് ഉത്തരമുണ്ടോ? അത് അങ്ങയുടെ ഒരു രാഷ്ട്രീയ ചോദ്യം മാത്രമാണ് സാർ. അത് ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ഫോളോവർ എന്ന രീതിയിൽ അങ്ങയുടെ ഒരു രാഷ്ട്രീയ ചോദ്യം മാത്രമാണ്. ഒരു സർക്കാർ ഒരു സംവിധാനം കൊണ്ടുവന്ന സമയത്ത് ആ സർക്കാർ കൃത്യമായിട്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കമ്പനിയുടെ ബോണ്ടുകൾ BJP വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയുടെ ചോദ്യം എന്നാണോ താങ്കൾ പറയുന്നത്? എന്താണിത്? നോക്കൂ, 18-ാം തീയതി കേസ് വെച്ച ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ലിസ്റ്റുകളും മറ്റു കാര്യങ്ങളും കോടതിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാണ് കാശ് കൊടുത്തത് എന്നുള്ളത് ആ സമയത്ത് വളരെ വ്യക്തമായിട്ട് പബ്ലിക് ഡൊമൈനിൽ വരുമല്ലോ. ഇതാണോ ട്രാൻസ്പെറൻസി? BJP ഇങ്ങനെ കോടതിയിലാണോ ട്രാൻസ്പെറൻസി തെളിയിക്കാൻ പോകുന്നത്? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും താങ്കൾ പറയുന്നില്ല പുൽവാമ സംഭവത്തിന് ശേഷം പാക് കമ്പനിയുടെ ബോണ്ടുകൾ BJP വാങ്ങിയോ എന്നുള്ള കാര്യം, ആ സമയത്ത് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം, 2019-ൽ പുൽവാമയിലൂടെയാണ് നിങ്ങൾ വിജയം നേടിയത് എന്ന വലിയ ആരോപണം നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴും ആ ആരോപണം വന്നുകൊണ്ടിരിക്കുകയാണ്. പുൽവാമ ഇഷ്യൂ ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് നിങ്ങൾ അതിൻ്റെ പേരിൽ പുൽവാമ കേസ് നടന്നതിന് ശേഷം, ആ സംഭവം ഉണ്ടായതിനു ശേഷം, പുൽവാമ ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം പാക് കമ്പനിയുടെ ബോണ്ട് BJP വാങ്ങിയിട്ടുണ്ടോ? ഡയറക്റ്റായ ഉത്തരമാണ് വേണ്ടത്. നോക്കൂ, അല്ല, ഡയറക്റ്റ് ഉത്തരം പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഇന്ത്യൻ കമ്പനിക്ക് മാത്രമേ ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമാകുള്ളൂ. നമ്പർ 1, ഇന്ത്യൻ കമ്പനിയുടെ KYC അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ബാങ്കിലൂടെ ഈ പൈസ വാങ്ങിക്കാൻ സാധിക്കുള്ളൂ. 3, ഇന്ത്യൻ കമ്പനി KYC അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വൈറ്റ് ആയിട്ട് കൊടുക്കുന്ന കള്ളത്തരമില്ലാത്ത കൃത്യമായിട്ടുള്ള പുൽവാമയ്ക്ക് പിന്നാലെ പാക് കമ്പനിയുടെ ബോണ്ടുകൾ BJP വാങ്ങിയോ? ഇതാണ് ചോദ്യം. പാക് കമ്പനിയുടെ ബോണ്ടുകൾ BJP വാങ്ങിയോ? ഇതിനുള്ള ഉത്തരം എന്താണ്? വളരെ കൃത്യമായിട്ട് തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം രാഷ്ട്രീയമായിട്ട് ആരോപിച്ചുകൊണ്ട് അത് നിങ്ങളൊരു കാര്യം രാഷ്ട്രീയമായിട്ട് ആരോപിച്ചുകൊണ്ട് അത് BJPയുടെ തലയിൽ കെട്ടിവെച്ച് BJP അങ്ങനെ വാങ്ങിയോ ഇല്ലയോ? പറയൂ സാർ, BJP വാങ്ങിയോ ഇല്ലയോ?
BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യൻ കമ്പനിക്ക് മാത്രമേ KYC അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് മണി മാത്രമേ ട്രാൻസ്പെറന്റ് ആയിട്ട് SBIയിലൂടെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അതല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം അതല്ല. SBIയിലൂടെ എന്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. പുൽവാമ സംഭവത്തിന് ശേഷം ഒരു കള്ളക്കമ്പനിയുടെയും പൈസ BJP വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സാന്റിയാഗോ മാർട്ടിന്റെ അടക്കമുള്ള കാര്യങ്ങൾ. സാന്റിയാഗോ മാർട്ടിൻ ദേശാഭിമാനിക്ക് കൊടുത്ത 5 കോടിയുടെ അടക്കം കടം ഇവിടെയുണ്ട്. DM നിങ്ങൾ പറഞ്ഞല്ലോ അന്ന് ദേശാഭിമാനിക്ക് 2 കോടി കൊടുത്തപ്പോ അത് തിരിച്ചു കിട്ടാനുള്ള ഒരു ബോണ്ട് എന്ന നിലയ്ക്ക് അന്ന് കൊടുത്തപ്പോ അത് വലിയ വാർത്തകളാക്കിയവരാണല്ലോ നിങ്ങളൊക്കെ. എന്നിട്ട് ഇപ്പോൾ ഈ സാന്റിയാഗോ മാർട്ടിന്റെ ആയിരക്കണക്കിന് കോടിയുടെ ബോണ്ടുകളാണ് ഇപ്പോൾ വാങ്ങി പോക്കറ്റിലിട്ട് നടക്കുന്നതും.